കന്യാമറിയത്തോടുള്ള പ്രാർത്ഥനയിലെ പ്രയോഗങ്ങളിൽ വ്യക്തത വരുത്തി വത്തിക്കാൻ. സഹരക്ഷക, മധ്യസ്ഥ എന്നീ വിശേഷണങ്ങൾ പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് കത്തോലിക്ക സഭ ഒടുവിൽ തെറ്റു തിരുത്തി. ഈ രീതിയിൽ ഇപ്പോൾ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന് സഹസംരക്ഷക, കോറിഡംട്രിക്സ്, എല്ലാ കൃപകളുടെ മധ്യസ്ഥ, മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് എന്നീ സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കരുത് എന്ന് വത്തിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത് പുറത്തിറക്കിയ മാത്തർ പൊപ്പോളി ഫെദേലി എന്ന പ്രബോധന രേഖയിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വാർത്ത വന്ന ഉടനെ കത്തോലിക്ക സഭ മറിയത്തെ സഹരക്ഷകയായി വാഴ്ത്തിയിരുന്നുവെന്നും മാർപ്പാപ്പ അങ്ങനെ പഠിപ്പിച്ചുയിരുന്നുവെന്നും, എന്നാൽ ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ബോധോദയമുണ്ടായി മാർപ്പാപ്പ തെറ്റുതിരുത്തുകയാണ് ചെയ്തത് എന്ന രീതിയിൽ വളച്ചൊടിച്ച് കത്തോലിക്ക വിരുദ്ധ മാധ്യമങ്ങളും പ്രവർത്തകരും ഇപ്പോൾ പ്രചരണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ്. അതിനാൽ ഈ വിഷയത്തിൽ ചില വ്യക്തതകൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ മറിയം സഹസംരക്ഷകയാണെന്നോ സഹരക്ഷകയാണെന്നോ കോറിഡംട്രിക്സ് എന്ന പദത്തിന് മറ്റൊരു വ്യാഖ്യാനം എല്ലാ കൃപകളുടെ മധ്യസ്ഥയാണെന്നോ മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ്, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കത്തോലിക്ക സഭ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. തന്നെയുമല്ല, ദിവ്യരക്ഷകൻ മിശിഹ മാത്രമാണെന്ന് വെളിപ്പെടുത്തപ്പെട്ട ആ സത്യത്തെ മറയ്ക്കാൻ ഇപ്രകാരമുള്ള പദപ്രയോഗങ്ങൾ കാരണമാകുന്നുവെന്ന് സഭ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ പരിശുദ്ധ മറിയത്തിന് സഹരക്ഷക, കോറിഡംട്രിക്സ് എന്ന സ്ഥാനപ്പേര് നൽകണം എന്ന ഒരാവശ്യം കാലാകാലങ്ങളായി സഭയുടെ വിവിധ ഇടങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു ആവശ്യമായിരുന്നു. ദൈവശാസ്ത്രപരമായ ചർച്ചകളിലും ഭക്തരുടെയിലെ പ്രാർത്ഥനകളിലും ഇപ്രകാരം ഒരു സങ്കല്പം കാണാൻ കഴിയുമായിരിക്കാം. അനൗദ്യോഗികമായി ചിലരിത് പ്രചരിപ്പിക്കാൻ ഒരു കാലഘട്ടത്തിൽ ശ്രമിക്കുകയും ചെയ്തു. മറിയം സഹരക്ഷകയാണെന്നത് ഒരു വിശ്വാസ സത്യമായി, ഒരു ഡോഗ്മയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ചില മധ്യകാല സന്യാസ സമൂഹങ്ങളും ചില മരിയോളജിസ്റ്റുകളും ഇന്റർനാഷണൽ മരിയൻ അസോസിയേഷൻ പോലുള്ള ചില സംഘടനകളും വത്തിക്കാനിൽ കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം തള്ളിക്കൊണ്ട് വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാന് ഡിക്കാസ്ട്രി സഭയുടെ ഔദ്യോഗിക നിലപാടും ഉപദേശവും തയ്യാറാക്കിക്കൊണ്ട് മാർപ്പാപ്പയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് മാർപ്പാപ്പ അംഗീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഗ്രന്ഥം, സഭാപിതാക്കന്മാർ, വേദപാരംഗതന്മാർ, പൗരസ്ത്യ പാരമ്പര്യ ഘടകങ്ങൾ, സമീപകാല പരിശുദ്ധ പിതാക്കന്മാരുടെ ചിന്തകൾ എന്നിവയാണ് ഈ രേഖയ്ക്ക് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത്. മറിയത്തെ പറ്റിയുള്ള ചില മരിയൻ ശീർഷകങ്ങളെ വിശകലനം ചെയ്യുകയും ചില ഉപയോഗങ്ങൾക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസികളുടെ മാതാവ്, ആത്മീയ അമ്മ, വിശ്വാസ സമൂഹത്തിൻ്റെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നതിനെ രേഖ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ കത്തോലിക്ക സഭ ഒരിക്കലും തെറ്റുതിരുത്തുകയല്ല ചെയ്തിരിക്കുന്നത്. സഭയിൽ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന സുവിശേഷ വിരുദ്ധവും പാരമ്പര്യ വിരുദ്ധവുമായ പഠിപ്പിക്കലുകളെ തള്ളിക്കളയുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന പരിശുദ്ധ മറിയം ദൈവമാതാവാണ്, പരിശുദ്ധ മറിയം അമലോത്ഭവയാണ്, പരിശുദ്ധ മറിയം സ്വർഗാരോപിതയാണ് എന്നീ തത്വങ്ങൾക്കും ഡോഗ്മകൾക്കും ഒരിക്കലും സഭയിൽ മാറ്റമുണ്ടായിട്ടുമില്ല.